ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ചിന്താവിഷയം. സ്വാതന്ത്ര്യം അതിനാധാരമായി വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗലാത്യലേഖനം 5-1 വാക്യം വായിച്ച് കേൾക്കാം. ഗലാത്യലേഖനം 5-1 വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്തിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയത്? നമുക്ക് പാപത്തിൽ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് ശാപത്തിൽ സ്വാതന്ത്ര്യം കിട്ടി, രോഗത്തിൽ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് സാത്താനിലും സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം, പാപത്തിലും സ്വാതന്ത്ര്യം. നാം ചിന്തിച്ചപ്പോൾ അക്കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ കാണും. പാപത്തിലും സ്വാതന്ത്ര്യം വേണം. ഇതുവരെ നമ്മൾ കീഴടക്കിയിരുന്നാലും അനേകം പാവങ്ങളുണ്ട്, അനേകം പാവങ്ങൾ. എന്തെല്ലാം പാവങ്ങൾ! എല്ലാ അശുദ്ധമായ വികാരങ്ങളും വിചാരങ്ങളും, മ്ലേച്ഛമായ ആഗ്രഹങ്ങളും മോഹങ്ങളും, ഏറ്റവും ഹീനമായ ചിന്താഗതികൾ, ഇതെല്ലാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നു. വേണ്ടെന്ന് വിചാരിച്ചാലും പിന്നെയും പൂന്തി വരും ഈ അശുദ്ധ ചിന്തകൾ. പ്രവൃത്തിയിലേക്ക് പക്ഷേ പോകാത്തപ്പോഴും അശുദ്ധമായ ചിന്തകൾ നമ്മൾ വേട്ടയാടുന്നു. നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലേ? നിങ്ങൾക്ക് അനുഭവമില്ലേ? വേണ്ട എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പിന്നെയും ഈ അശുദ്ധ ചിന്തകൾ വേട്ടയാടുന്നു. മദ്യപാനം ചിന്തയല്ല, പ്രവൃത്തിയാണ് മദ്യപാനം. അതിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ഞെളിവിരിക്കൊള്ളുന്ന ആളുകളുണ്ട്. വേണ്ട എന്നുണ്ട്, മദ്യപിക്കില്ല എന്ന് തീരുമാനിക്കും, പക്ഷേ പിന്നെയും മദ്യപിച്ച് പോകുന്നു. വഴക്കടിക്കേണ്ടെന്ന് വിചാരമുണ്ട്, പക്ഷേ പിന്നെയും വഴക്കടിച്ച് പോകുന്നു. കുടുംബത്തിൽ കലക്കമുണ്ടാകുന്നു, സമാധാനമില്ല, സന്തോഷമില്ല. കുടുംബത്തിൽ പൊതുവെ പറഞ്ഞാൽ സന്തോഷമില്ല. മനുഷ്യജീവിതത്തിൽ സന്തോഷമില്ല. സന്തോഷം പോകുന്നതിന് കാരണം സ്വാതന്ത്ര്യമില്ലാത്തതിന് കാരണം പാവത്തിൻ്റെ അടിമത്തത്തിൽ. അനേകം ആളുകൾ പാവത്തിൻ്റെ അടിമത്തത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, ഞാൻ പാവത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രകടമായ പാവത്തിനൊന്നും പോയിട്ടില്ല. ഭാഗ്യവശാൽ ദൈവം അതിന് എന്നെ പ്രത്യേകം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ മനോഭാവത്തിൽ പാവമുണ്ടായിരുന്നു. ചിലരോട് നല്ല അമർഷവും ദേഷ്യവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോപമുണ്ടായിരുന്നു. ആർക്കും വഴങ്ങാത്ത സ്വഭാവം ഉണ്ടായിരുന്നു. പലപ്പോഴും അമ്മയോട് ഞാൻ ചണ്ട കൂടിയിട്ടുണ്ട്. അമ്മ പറയുന്നത് അനുസരിക്കാതൊക്കെ ഞാൻ ഇരുന്നുണ്ട്. കൊച്ചുകുട്ടിയായിരുന്ന കാലത്തായി പറയുന്നത്. 17 വയസ്സ് വരെ ഞാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തവനായിരുന്നു. 17 വയസ്സ് വരെ ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. എന്നും ദുരിതം, ദുഃഖം, എന്നും യാതന, എന്നും വേദന, അപ്പം ഇല്ലാത്തതിൻ്റെ വേദന. അതെല്ലാം ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു കുടുംബം. അങ്ങനെ ഞങ്ങൾ അനേകം വീട്ടുകാരുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീട് കടയിപ്പിൻ്റെ ഇങ്ങേയറ്റത്താണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റത്ത് അപ്പുറത്ത് അവിടെ കൈതക്കാട് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് ചെന്ന് ചേരുന്നിടത്ത് വരെയും ഞങ്ങളുടെ വീട്ടുകാർ, അവിടെ ആ ഭാഗത്ത് ഞങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ധാരാളം വീട്ടുകാരുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട് ദുഃഖം നിറഞ്ഞ വീടായിരുന്നു. ഏറ്റവും യാതന നിറഞ്ഞ വീടായിരുന്നു. എന്നും ദുരിതം, എന്നും മൂകത, എന്നും നിശബ്ദമായ ഏങ്ങലടികൾ, വിതുമ്പലുകൾ, കരച്ചിലുകൾ, ഇതായിരുന്നു. അന്ന് പ്രകടമായ പാവത്തിലേക്ക് പോകാതെ കർത്താവ് കാത്തു. പക്ഷേ ഉള്ളിൽ എന്തെല്ലാമോ നീരസങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു. ഇഷ്ടക്കുറവുകളും മുഷ്ടിലും വന്നുകൊണ്ടിരുന്നു. വേറെ ആരോടുമല്ല. ഞാൻ ഇടപെടുന്ന രംഗത്തുള്ള ആളുകൾ, ഞങ്ങൾ പാടത്ത് കൃഷിയൊക്കെ ഉണ്ട്, നെൽകൃഷിയുണ്ട്. അന്ന് നെൽകൃഷി പാടത്തുള്ള പല പ്രതിസന്ധികളും ഞാൻ നേരിട്ടു. ഞാനന്ന് കൊച്ചനാണല്ലോ, 17 വയസ്സല്ലേ ഉള്ളൂ. പല പ്രതിസന്ധികളും നേരിട്ടു. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ ഞങ്ങൾ ആണും തുണുമില്ലാത്തൊരു വീട് എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർ ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയും വളരെ പ്രയാസങ്ങൾ വരുത്തുകയും ചെയ്തു. അതിൽ എനിക്ക് കൂടുതൽ അമർഷമുള്ളതൊക്കെ കാരണമായി തീർന്നു. അങ്ങനെ ചില പാപങ്ങളുടെ അടിമത്തത്തിലാണ് ഞാൻ. പാപങ്ങളുടെ, പകയുടെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. വളരെ ചീത്ത ചിന്തകളുടെ അടിമയായിരുന്നു. ചീത്ത ചിന്തകൾ, പുറത്തു പറയാൻ പേടിക്കുകയും അറക്കുകയും ചെയ്യുന്ന ചിന്തകൾ, അതിൻ്റെയൊക്കെ അടിമയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ഭാഗ്യവശാൽ എനിക്ക് കർത്താവ് സ്വാതന്ത്ര്യം തന്നു. വചനം കേട്ടപ്പോൾ കർത്താവ് വന്ന് എൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു, എല്ലാ കെട്ടുകളും പൊട്ടിച്ചു. അത് വലിയ അനുഭവമായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. ഞാൻ പിന്നെ ഈ ഭൂമിയിലെല്ലാം ജീവിക്കുന്നത് പോലത്തെ അനുഭവമായിരുന്നു. അത്രമാത്രം വലിയ സന്തോഷം കിട്ടി. എൻ്റെ മനസ്സിൽ വലിയ ഉന്മേഷം കിട്ടി, വലിയ ഉത്സാഹം കിട്ടി. എൻ്റെ ജീവിതത്തിന് വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതം കളയാനുള്ളതല്ല, ജീവിതം നിരാശപ്പെട്ട് കഴിയാനുള്ളതല്ല. ജീവിതത്തിന് വിലയുണ്ട്, ജീവിതത്തിന് മൂല്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആകെ ദുഃഖം കൊണ്ട് പരവശനായിരുന്നെങ്കിലും യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നതോടുകൂടി, ആ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഞാൻ വളരെ സമ്പന്നനായി തീർന്നു. ഭൂമിയിലെ സമ്പത്തല്ല, സ്വത്തല്ല. ഭൂമിയിലെ സ്വത്തെല്ലാം അപ്പം മരിച്ചപ്പോൾ കുറേ കാലം വിറ്റു.
പാടത്തെ ഭൂമിയെല്ലാം കുറേ വിറ്റു. കുറേ ഭൂമി വിൽക്കാൻ കാരണമായി അപ്പൻ ബിസിനസ് ഉണ്ടായിരുന്നുണ്ട്. ബിസിനസ്സിൽ പലർക്കും രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് എല്ലാം തീർക്കുവാൻ വേണ്ടി കുറേ ഭൂമിയെല്ലാം വിറ്റു. എന്നാലും ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്ത് എൻ്റെ ബാല്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ജീവിക്കാനുള്ള മാർഗ്ഗമൊക്കെ ഉണ്ടായിരുന്നു. പാടത്ത് കൃഷി ഉണ്ടായിരുന്നു, പറമ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 10-12 ഏക്കർ പറമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ പക്ഷേ ഞാൻ ബന്ധനത്തിലായിരുന്നു, പിശാചിൻ്റെ ബന്ധനത്തിൽ. പിശാചിനെ ബന്ധിച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, 2 നേരം നമസ്കാരമുണ്ട്, 2 നേരം പ്രാർത്ഥനയുണ്ട്, ഒരു ഞായറാഴ്ചയും മുടക്കാതെ പള്ളിയിൽ പോകുന്നുണ്ട്, വളരെ ഉത്സാഹത്തോടെ പള്ളിയിൽ പോകുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ആ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ മദ്ബഹയിൽ കയറിയില്ല, പക്ഷേ താഴെ നിന്നുകൊണ്ട് സ്ലീഹ വായിക്കും, ഞാൻ പഴമ വായിക്കും, ഞാൻ കുർബാന ഗീതങ്ങളിലെല്ലാം പങ്കെടുക്കും. അതുപോലെ വളരെ ഏണസ്റ്റായിരുന്നു, വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു. അന്ന് എനിക്കിങ്ങനെ ബന്ധനമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ സമാധാനം ഉണ്ടായിരുന്നില്ല, സന്തോഷം ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം വേണം നമുക്ക് എല്ലാവർക്കും. സ്വാതന്ത്ര്യം, പാപത്തിന് സ്വാതന്ത്ര്യം വേണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാൻ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. യേശുക്രിസ്തു അകത്ത് വന്നാൽ സ്വാതന്ത്ര്യം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇന്ന് നിങ്ങൾ യേശുവിനെ എതിരേൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറന്നു പോകും, എല്ലാം വിട്ടുപോകും. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം ഞാൻ നയിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാ പ്രയാസങ്ങളും വേദനാവിഷയങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നിറഞ്ഞ സന്തോഷം കിട്ടും, നിറഞ്ഞ സമാധാനം കിട്ടും. ക്രിസ്തു അകത്ത് വരണം. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ക്രിസ്തു ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഹൃദയത്തിൻ്റെ അകത്ത് ഇരുട്ടാണ്, അവിടെ പിശാചാണ് വാഴുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്, പൊതുവെ വഴിയാണ്. ഹൃദയത്തിനകത്ത് ഇരുട്ടാണ്, അവിടെ അന്ധകാര ശക്തിയാണ്, പിശാചാണ്. പിശാച് ഹൃദയത്തിൻ്റെ അകത്ത് വാഴുന്നു. ഈ ദുഷ്ടപിശാച് ഹൃദയത്തിൽ വാഴുന്നത് കൊണ്ട് അവൻ്റെ ഇംഗിതങ്ങൾ ഞാൻ ചെയ്തു പോകുന്നു, അവൻ്റെ ചൊൽപ്പടിക്ക് നടന്നു പോകുന്നു. കോപിക്കാൻ പറയുമ്പോൾ അവൻ കോപിക്കാൻ പറയുമ്പോൾ നാം കോപിക്കുന്നു, കലഹിക്കാൻ പറയുമ്പോൾ കലഹിക്കുന്നു, വഴക്കടിക്കാൻ പറയുമ്പോൾ വഴക്കടിക്കുന്നു, ചീത്ത ചിന്തകൾ വരാൻ അവന് പ്രേരിപ്പിക്കുമ്പോൾ ചീത്ത ചിന്തകൾ വരുന്നു. ദുശ്ശീലങ്ങൾ, പുകവലിയോ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കലോ അതല്ലെങ്കിൽ ഡ്രഗ്സ്, മയക്കുമരുന്ന് ഉപയോഗിക്കലോ എന്തെങ്കിലുമൊക്കെ ഇതെല്ലാം ചെയ്യാൻ പിശാച് പ്രേരിപ്പിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടിൽ പോകാൻ പിശാച് പ്രേരിപ്പിക്കുന്നു. പിശാച് ചെൽപ്പടിക്ക് പോവുകയാണ്, ആരോ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. അനേകരെങ്ങനെയുണ്ട്, മദ്യപിക്കുന്നു, മദ്യപാനം വിടാനായിട്ട് പല രീതിയിൽ നോക്കി, പക്ഷെ പോകുന്നില്ല. കുറച്ച് ദിവസം വിട്ടാലും പിന്നെയും മദ്യപാനം ശീലമായി വരുന്നു. പണത്തിൻ്റെ അടിമയായിത്തീരുന്നു, പണത്തിന് വേണ്ടി എന്ത് ദുഷ്ടതയും ചെയ്യാൻ മടിയില്ലാതായിത്തീരുന്നു, സ്വത്തിന് വേണ്ടി എന്ത് ദുഷ്ടതയും ചെയ്യാൻ മടിയില്ലാതായിത്തീരുന്നു. ഇങ്ങനെയുള്ള ജീവിതം, പാപത്തിൻ്റെ അടിമത്തിൽ കഴിയുന്ന ജീവിതം, അത് മാറി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാൻ കർത്താവായ യേശുക്രിസ്തു സാധിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും, ഭാഗ്യ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അയ്യോ, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ മനുഷ്യൻ ഇന്ന് എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിയില്ല, ഒരുപക്ഷെ രോഗമുണ്ടെങ്കിൽ രോഗം മാറിയില്ല, അല്ല വീട്ടിൽ മറ്റുള്ളവർ കർത്താവിനെ അറിയുന്നില്ല, അതുകൊണ്ടുള്ളതായ പ്രയാസങ്ങളുണ്ട്, അതൊന്നും മാറിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്കുള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ ശാന്തതയായിരിക്കും. ചുറ്റുപാടും മുഴുവൻ കോളിളക്കമാണെങ്കിലും, ചുറ്റുപാടും മുഴുവൻ കൊടുങ്കാറ്റ് കൊണ്ട് വലിയ ബഹളമാണെങ്കിലും, ആകെ ആടി ഒലയുകയാണെങ്കിലും നിങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? യേശു അവിടെയുണ്ട്. യേശു ഉള്ള ജീവിതം അത് സമൃദ്ധമായ ജീവിതമാണ്, സന്തോഷസമൃദ്ധമായ ജീവിതം. നിങ്ങൾ കൊതിക്കണത്, കർത്താവേ എനിക്കത് വേണം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവോട് പറയാം, കർത്താവേ അങ്ങനെ ചുറ്റുപാട് മുഴുവൻ കലങ്ങി മറിയുന്ന അന്തരീക്ഷമാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ശാന്തത നിലനിർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തിൽ നിതാന്ത ശാന്തത, എപ്പോഴൊരു ശാന്തത, എപ്പോഴൊരു സൗമ്യത, എപ്പോഴൊരു സമാധാനം, എപ്പോഴൊരു സന്തോഷം, അതെനിക്ക് തരണമേ കർത്താവേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് ചെറുപ്പക്കാർ പോലും പലരും പാവത്തിൻ്റെ അടിമകളായി തീർന്നു. പാവത്തിനടിമ, പാവം മൂലം അവർ അടിമകളായി തീരുന്നു. വെറുക്കൂത്തുകൾ, കൊള്ളരുതാത്ത ബന്ധങ്ങൾ, ഗേൾ ഫ്രണ്ടെന്നും ബോയ് ഫ്രണ്ടെന്നൊക്കെ പറയുന്നതായ ചില ബന്ധങ്ങൾ, ഈ വാട്സാപ്പ് മെസ്സേജിൽ കൂടിയെല്ലാം പകരുന്നതായ പ്രേമ പ്രകടനങ്ങൾ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടിയുള്ളതായ ചാറ്റിങ്സ് എല്ലാം അപകടത്തിലേക്ക് നീങ്ങുകയാണ്, എല്ലാം അനർത്ഥത്തിലേക്ക് നീങ്ങുകയാണ്. അനേകം പേരിന്ന് ഇതുപോലുള്ളതായ ഊരാക്കുരുക്കൾപ്പെട്ട് ഉഴലുകയാണ്, വിഷമിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം കർത്താവ് തരും. നിങ്ങളുടെ ജീവിതത്തിൽ പാവമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, ഒരു വിനയം മാത്രം മതി. കർത്താവേ, ഞാൻ പാവിയാണ്, കർത്താവേ പാവമേ എൻ്റെ ജീവിതത്തിലുള്ളൂ, ഞാൻ എന്ത് ചെയ്താലും പാവമായി തീരുന്നു. കർത്താവേ എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ പിന്നെയും പാവത്തിലേക്ക് പോകുന്നു. നാഥ, നീ കുരിശിൽ മരിച്ചത് എൻ്റെ ബന്ധനം അഴിക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നു. പാവത്തിൻ്റെ ബന്ധനത്തിനെ കുരുക്കഴിക്കാൻ
നീ കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പാപം ചെയ്തിട്ടല്ല നീ കുരിശ് മരിച്ചത്, പാപം ചെയ്തത് ഞാനാണ്. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ആ കുരുക്കുകൾ അഴിച്ചു തരാൻ നീ ക്രൂശിൽ ബന്ധിതനായി. എൻ്റെ പാപം നീ ഏറ്റെടുത്തു. കർത്താവേ, ഇതൊരു മഹാഭാഗ്യം. എനിക്ക് എൻ്റെ പാപം ഏറ്റെടുത്ത ക്രിസ്തുവിനെ എനിക്ക് ആരാധിക്കണം, ക്രിസ്തുവിനെ എനിക്ക് സ്തുതിക്കണം, ക്രിസ്തുവിന് എൻ്റെ ജീവിതം വേർതിരിക്കണം. കർത്താവേ, ഇന്നിതാ എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇതാണ് സമർപ്പണം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു പൈസയും ചിലവഴിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കുള്ള പ്രത്യേകത, ആർക്കും ഒരു സംഭാവന കൊടുക്കണ്ട, അവരുടെ സംഭാവന പിരിക്കുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് തന്നെ, അതാണ് അത്ഭുതം. എല്ലാം ഭംഗിയായിട്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു, ഒരു കുറവുമില്ലാതെ നടക്കുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഇതെങ്ങനെ നടക്കുന്നുണ്ട്. എങ്ങനെ നടക്കുന്നു ദൈവത്തിനറിയാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം അതിമനോഹരമായിട്ട് കർത്താവ് നടത്തുന്നു. ഞാൻ ചിന്തിക്കുന്ന കാര്യം പറയാം. പൈസ ഇല്ലാത്തതുകൊണ്ട് കർത്താവിൻ്റെ വേല മുടങ്ങുകയില്ല. പൈസ ഇല്ല എന്നുള്ള സ്ഥിതി വന്നിട്ടില്ല, അല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് കർത്താവിൻ്റെ വേല മുടങ്ങുകയില്ല. പക്ഷേ വിശുദ്ധന്മാരില്ലെങ്കിൽ കർത്താവിൻ്റെ വേല മുടങ്ങും. വിശുദ്ധന്മാരില്ലെങ്കിൽ കർത്താവിൻ്റെ വേല മുടങ്ങിപ്പോകും. കർത്താവേ, ഞാൻ നിൻ്റെ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അശുദ്ധിയുടെ എല്ലാ തിന്മയും എന്നിൽ നിന്ന് നിശ്ശേഷം വിച്ഛേദിച്ച് കളഞ്ഞ് എന്നെ നാഥ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ, ഒരു ശുദ്ധിമതിയാക്കി തീർക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് അപ്രാപ്യമല്ല, അൺറീച്ചബിളല്ല, നിങ്ങൾക്ക് കിട്ടാത്ത കാര്യമല്ല. കിട്ടാം, വേണമെങ്കിൽ കിട്ടും, ആർക്കും കിട്ടും. അതിന് വിദ്യാഭ്യാസം വേണ്ട, പഠിത്തം വേണ്ട, പാണ്ഡിത്യം വേണ്ട, തിയോളജിക്കൽ നോളജ് വേണ്ട, വേദശാസ്ത്രപരമായ അറിവൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒരു പാരമ്പര്യവും വേണ്ട. കുടുംബത്തിൽ അച്ഛന്മാരോ മെത്രാച്ചന്മാരോ ഒന്നും ഉണ്ടാവണമെന്നില്ല. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ദൈവമക്കൾ വിശുദ്ധന്മാരുണ്ടോ? അതും വേണ്ട, അതൊന്നും വേണമെന്നില്ല. ഉണ്ടായിക്കോട്ടെ, നല്ലത് തന്നെ, പക്ഷേ അതൊന്നും വേണമെന്നില്ല. ആകെ വേണ്ടത് കർത്താവേ, നിൻ്റെ ക്രൂശിൽ തിരരക്തത്താൽ എൻ്റെ പാപങ്ങളും കറകളും എല്ലാം കഴുകി തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങൾക്ക് വരണം. എൻ്റെ പാപങ്ങൾ കഴുകി തരണമേ, എൻ്റെ ജീവിതത്തിൻ്റെ അശുദ്ധി മാറ്റി തരണമേ, എൻ്റെ ഹൃദയത്തെ നിർമ്മലീകരിക്കണമേ. ഹൃദയത്തിനെ നിർമ്മലീകരിക്കണം. ഹൃദയമാണ് മാറേണ്ടത്. കാരണം കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയം വിശുദ്ധമായിരിക്കണം. അവിടെ നിഷ്കളങ്കതയാണ്. അവിടെ ആരോടും പരിഭവമില്ല, ആരോടും പരാതിയില്ല, എതിർക്കുന്നവരോട് പോലും പരാതിയില്ല, നമ്മളെ ആക്ഷേപിക്കുന്നവരോട് പോലും പരാതിയില്ല. ആക്ഷേപങ്ങളൊക്കെ വരും, പ്രത്യേകിച്ചും കർത്താവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ അന്ധകാര ശക്തിയെ ആക്ഷേപിക്കാൻ തുടങ്ങും. പൈശാചിക ശക്തി ആരില്ലെങ്കിൽ കൂടി ആക്ഷേപിക്കും, ആരില്ലെങ്കിൽ കൂടി പരിഹസിക്കും, ഇല്ലാത്തത് പറയുകയും ചെയ്യും, ഇല്ലാത്ത കുറ്റം ആരോപിക്കും. അത് അന്ധകാര ശക്തിയായി പിശാച് ചെയ്യുന്നതാണ്. ചിലരെ അവൻ ഏജന്റുമാരാക്കിക്കൊണ്ട് അവൻ ആക്രമിക്കാൻ തുടങ്ങും. പേടിക്കണ്ട. അത് കർത്താവായ യേശു ക്രിസ്തുവിന്, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിന് എല്ലാവരും കുരിശ് മരണം വരിക്കുന്നത്, കർത്താവ് ക്രൂസിലേക്ക് പോകുന്നത് സന്തോഷമായി അനേകർ തൂക്കുകയായി നടത്തിച്ചു എന്നതുപോലെ നമ്മെ ഇന്ന് വലയം ചെയ്യുന്നതായ പൈശാചികൻ്റെ എല്ലാ ആക്രമണങ്ങളെയും കർത്താവ് നേരിട്ട് പോലെ നമുക്ക് നേരിടണം. ആരോടും കർത്താവ് മറുപടി പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, ഓരോന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആൾ വിചാരിച്ചു കർത്താവിന് പറയാനൊന്നുമില്ല, കർത്താവ് കുറ്റവാളിയായിരിക്കും എന്നൊക്കെ ചിലർ വിചാരിച്ചു. കുറ്റവാളി ആയതുകൊണ്ടല്ല മിണ്ടാഞ്ഞത്, മിണ്ടിയിട്ട് പ്രയോജനമില്ല. വെറുതെ നാവ് അതിനുവേണ്ടി വിനിയോഗിച്ചിട്ട് ആവശ്യമില്ല. കർത്താവ് ഒരു എക്സ്പ്ലനേഷൻ ഒരു വിശദീകരണം കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം മൗനമായി സഹിച്ചു, എല്ലാം സന്തോഷത്തോടെ സഹിച്ചു. നമുക്കും ഉണ്ടാകും, കർത്താവിൻ്റെ അനുയായികളായി നമുക്കും ആക്ഷേപങ്ങൾക്ക് നേരിട്ടെന്ന് വരാം, ആളുകൾ പരിഹസിച്ചെന്ന് വരാം. വേണമെങ്കിൽ അവൻ സഭ മാറിപ്പോയി, അവൻ വേറൊരു സഭയിലാണെന്നൊക്കെ പറഞ്ഞെന്ന് വരാം. പറഞ്ഞോട്ടെ, ആർക്ക് ചെയ്തും നമ്മുടെ സ്റ്റാൻഡ് നമുക്കറിയാമല്ലോ, നമ്മുടെ നിലപാട് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ഓർക്കുന്നു, ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട ജീവിതം കർത്താവിന് കൊടുത്തതിന് ശേഷം എൻ്റെ സ്വന്തം വീട്ടുകാർ പോലും ചില വിചാരിച്ചു അവൻ പോക്കായിപ്പോയി, അവൻ എന്തിനായി ഇതിനൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അവന് ജീവിക്കാൻ മാർഗമുണ്ടല്ലോ, പിന്നെ എന്തിനായി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചത് ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തവരാണ് സുവിശേഷം ചെയ്യുന്നതെന്ന് അവർ വിചാരിച്ചത്. അവന് ജോലിയുണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്, അവൻ എന്തിനാ ഇതിനൊക്കെ നടക്കുന്നു എന്ന് എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു. പലരും പറഞ്ഞു, ചിലർ പരിഹസിച്ചു, ചിലർ ആക്ഷേപിച്ചു, ചിലർ പുച്ഛത്തോടെ പറഞ്ഞു ഉണ്ടായി. പക്ഷേ അതൊന്നും എന്നെ തൊട്ടില്ല, എനിക്കൊരു പ്രയാസം തോന്നിയില്ല. കാരണം എനിക്കറിയാം എനിക്ക് കിട്ടിയ നിധിയാണെന്നറിയാം. നിധിയാണ് എൻ്റെ അകത്തിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ മഹാസന്തോഷമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ ഒരുപടി എന്നെ കളിയാക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. അവർ പരിഹസിക്കുന്നുണ്ടോയെന്നുപോലും ചിന്തിക്കാറില്ല, ആര് പരിഹസിക്കുന്നു നോക്കാറുമില്ല. പരിഹസിച്ചോട്ടെ. കാരണം എൻ്റെ കർത്താവിനെ നിന്ദിച്ച ലോകം അവൻ്റെ അനുയായികളെ നിന്ദിക്കുമല്ലോ, പരിഹസിച്ചോട്ടെ. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, വളരെ വ്യക്തമാണ്, ഒരു നിധി കിട്ടി എന്നുള്ളൊരു ഉറപ്പ്. നിധി, സ്വത്ത്, അകത്തൊരു സ്വത്ത് കിട്ടി. എന്താണ് സ്വത്ത്? സ്വത്ത് യേശുവാണ്. യേശു മാത്രമാണ് സ്വത്ത്. ദൈവത്തിന് സ്തോത്രം. പാപം മാറുന്നു,
ആരോടും വിദ്വേഷമില്ല, ആരോടും പരിഭവമില്ല, ആരെക്കുറിച്ചും പരാതിയില്ല, നമ്മെ എതിർക്കുന്നവരോടും പരാതിയില്ല, നമ്മെ കുറ്റം പറയുന്നവരോടും പരാതിയില്ല, ഇല്ലാത്തത് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരോടും പരാതിയില്ല. എല്ലാം കേൾക്കേണ്ടവൻ കേട്ടുകൊള്ളും, ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഞാനതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ മറുപടി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയുമില്ല. കേൾക്കേണ്ടവൻ കേട്ട് പറയേണ്ടവൻ പറയേണ്ട മറുപടി കൊടുത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും കൊടുത്തുകൊള്ളും. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, പാപത്തിൽ നിന്ന് എനിക്കൊരു ആ ബന്ധനം അഴിച്ചു തരണം, എനിക്കൊരു മോചനം വേണം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത് അത് ഒരു വലിയ അത്ഭുതമാണ്. ഈ തീരാ ശാപങ്ങൾ മാറുകയാണ്. ശാപത്തിൽ നിന്ന് മോചനമാകും. പാപം മൂലം ശാപം വരുന്നു. രണ്ടാമത്തെ കാര്യം, ശാപത്തിൽ നിന്നുള്ള മോചനമാണ്. ശാപം എന്താ ശാപം? ആരും ശപിച്ചതല്ല, അമ്മ ആരും ശപിച്ചതല്ല, നശിച്ചു പോകട്ടെന്ന് വരെ പറഞ്ഞിട്ടല്ല. പക്ഷേ നമ്മിൽ പാപം വരുമ്പോൾ ശാപം തലയിൽ കയറുകയാണ്. അത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ പൂർവികന്മാരുടെ പാപത്തിൻ്റെയും ഫലം നമ്മുടെ തലയിൽ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങളുടെ മക്കളുടെ മേൽ വരും. അത് ശാപമാണ്. നിങ്ങളൊരു പാപം ചെയ്താൽ വേണ്ടാത്ത ജീവിതം നയിക്കുന്നു, ഒരുപക്ഷെ ഹീനമായ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നു, പുറത്ത് പറയാൻ അറയ്ക്കുന്നതായ രീതിയിൽ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്നു. വിവാഹ ഇതര ബന്ധങ്ങൾ, ഭാര്യയല്ലാതെ വേറൊരു സ്ത്രീയിലേക്ക്, അല്ലെങ്കിൽ ഭർത്താവല്ലാതെ വേറൊരു പുരുഷനിലേക്ക് അതിൽ ആകർഷണം വരുന്നു. ഇതെല്ലാം പാവമാണല്ലോ. പക്ഷേ നിങ്ങൾ കേൾക്കുക, ഇങ്ങനെയുള്ളതായ പാവങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ളപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം, ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുവാൻ ദൈവത്തിന് കഴിയും. ഇല്ലെങ്കിൽ എനിക്ക് ശാപം വരും. ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ശാപം വരും. എന്താണ് ശാപം? ആരും പ്രത്യേകിച്ച് ശവിക്കുകയല്ല, നശിച്ചു പോകട്ടെന്ന് ആരും പറയുകയല്ല, പ്രാകുകയല്ല. സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ട് ശാപം വന്നു ചേരുന്നു. അത് ഓരോരുത്തരുടെ മേലും അവൻ ചെയ്ത പാപത്തിൻ്റെ മാത്രമല്ല, പൂർവികന്മാരുടെ ശാപം കൂടി വരും. പൂർവികന്മാരുടെ പാപത്തിൻ്റെ ശാപം കൂടി വരും. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 20-5 വാക്യം. പുറപ്പാട് 20-5. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. അതാണ് ശാപം. എന്നെ പകയ്ക്കുന്നവരിൽ, ദൈവം പറയുകയാണ്, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഗൗരവമാണ്. നിങ്ങൾ പക്ഷേ ഇന്ന് ചീത്ത കൂട്ടുകെട്ടിൽ പോകുന്നു, നിങ്ങൾ വെറുക്കൂത്തുകൾ പോകുന്നു, നിങ്ങൾ അലസമായി ജീവിക്കുന്നു, നിങ്ങൾ അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നു, ഹീനമായ ജഡീക ബന്ധങ്ങളിലേക്ക് പോകുന്നു, അരുതാത്ത ദുശ്ശരങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ അതൊന്നും സാരമില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആപത്ത് വരുത്തി വയ്ക്കുകയാണ്. മക്കൾക്ക് അനർത്ഥം വരുത്തുകയാണ്. പലരും അറിയുന്നില്ല ഇതൊന്നും. മക്കൾക്ക് ദോഷം വരുത്തുകയാണ്. മക്കൾക്ക് വരുന്നതായ ചില വലിയ രോഗങ്ങൾ, ഒരുപക്ഷെ മക്കൾക്ക് വരുന്നതായ വലിയ അത്യാഹിതങ്ങൾ, ആക്സിഡൻറ്റ്സ്, മക്കൾക്ക് വരുന്നതായ ചില ദുർവിധികൾ, വിട്ടുമാറാത്ത ചില രോഗങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും എല്ലാം, ഇതെല്ലാം നിങ്ങളുടെ പാപത്തിൻ്റെ ഫലമായി മക്കളിലേക്ക് പകരുകയാണ്. ശാപം മക്കളിലേക്ക് വരികയാണ്. എത്ര തലമുറ വരെ? 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ. മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ പാപം സന്ദർശിക്കുമെന്ന് വേദപുസ്തകം പറയുകയാണ്. ഒന്നുകൂടി ആ വാക്യം വായിച്ച് കേൾക്കാം. 20-ാമധ്യായം 5 വാക്യം. പുറപ്പാട് 20-5. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകം 34-ാമധ്യായം 7 വാക്യത്തിൽ കാണാം. 34-7. അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കും. ഞാൻ പാപം ചെയ്താൽ എൻ്റെ മക്കൾ, മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കും. അന്യായമായി സമ്പാദിച്ചാൽ, പാവപ്പെട്ടവനെ ഉപദ്രവിച്ചാൽ, തിരിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ നഷ്ടം വരുത്തുകയോ ചെയ്താൽ എല്ലാം തിരിച്ചടി വരും. നിങ്ങളുടെ കാലത്ത് ഒരു പക്ഷേ ഒന്നും വരില്ല, മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ വരും. അത് ചിന്തിക്കേണ്ട കാര്യമാണ്. വേദപുസ്തകം പറയുന്നു, മാറ്റമില്ലാത്ത വചനം പറയുന്നു. സംഖ്യാപുസ്തകം 14-17. കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്ന അവിടെയും പറയുന്നു. വീണ്ടും ആവർത്തനം 5-9. പ്രിയപ്പെട്ടവരെ, നാം ഓരോ പാവം വരുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ ഈ പാവത്തിൻ്റെ ശിക്ഷ നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ, അത് അടുത്ത തലമുറയായി അനുഭവിക്കേണ്ടി വരും. ഓരോ പാവങ്ങൾ, നിസ്സഹായർ, നിരപരാധികൾ.
പക്ഷേ അപ്പൻ ചെയ്തു വെച്ച തിന്മയ്ക്ക്, അമ്മ ചെയ്തു വെച്ച തിന്മയ്ക്ക്, മാതാപിതാക്കൾ അവരുടെ അപ്പൻ്റെ അപ്പൻ ചെയ്തു പോയ തിന്മയ്ക്ക് മക്കൾ, നിരപരാധികളായ മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. വായിക്കാം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. യിരെമ്യാ 32:18. പിതാക്കന്മാരുടെ കൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അന്യായമായി സമ്പാദിച്ചാൽ കുഴപ്പമാണ്. എനിക്ക് അവകാശപ്പെടാത്ത സ്വത്ത് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമാണ്. എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ ആരുടെയെങ്കിലും കൈവശപ്പെടുത്തിയിരുന്നാൽ കുഴപ്പമാണ്. ഭൂമിയാകട്ടെ, പണമാകട്ടെ, അല്ല എന്തുമാകട്ടെ, അന്യൻ്റേത് അവൻ്റെ അനുവാദം കൂടാതെ കൈവശം വെച്ചാൽ ദോഷമാണ്. ആരും അറിയുന്നില്ല, പലരും അറിയുന്നില്ല. ഇതൊക്കെ മക്കളും അനുഭവിക്കും. ഏതെങ്കിലും തരത്തിലാണ് വരുന്നത്. ഇത് ഞാൻ 10 രൂപയാണ് ഞാൻ മറ്റൊരു നഷ്ടപ്പെടുത്തിയെങ്കിൽ ഒരുപക്ഷേ എൻ്റെ മക്കളോ 100 1000 ആയിരിക്കും നഷ്ടപ്പെടുത്താൻ പോകുന്നത്. കാരണം ഗൗരവമേറിയ കാര്യമാണ്. വചനം വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഓർക്കുക, പാപത്തിലേക്ക് പോകുന്നു, തിന്മയിലേക്ക് പോകുന്നു, അശുദ്ധ ജീവിതം നയിക്കുന്നു. ഇന്ന് അനേകം കൊള്ളരുതാത്ത ബന്ധങ്ങളിലേക്ക് ആളുകൾ പോകും. സ്ത്രീകളും പുരുഷന്മാരും അല്ല, കൊള്ളരുതാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നു. സ്വന്തം ഭർത്താവല്ലാതെ അന്യപുരുഷനിലേക്കും സ്വന്തം ഭാര്യയില്ലാതെ അന്യ സ്ത്രീയിലേക്കും ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും പോകുന്നു. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹ ജീവിതത്തിൽ പാവമില്ല, വിവാഹ ബന്ധത്തിൽ പാവമില്ല. ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവുമായിട്ടും ഭർത്താവിന് സ്വന്തം ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിന് പാവമില്ല. പക്ഷേ കിടക്ക നിർമ്മലമായിരിക്കണം. ആ കിടക്കയിൽ ഭാര്യയല്ലാതെ വേറൊരാൾ വരരുത്. എന്ന് വെച്ചാൽ വരുന്ന കാര്യം ചിന്തിക്കരുത്. വിവാഹ കിടക്കയിൽ ഭർത്താവല്ലാതെ വേറൊരാൾ വരുന്ന കാര്യം ചിന്തിക്കരുത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അതിൽ അപകടമാണ്. വായിക്കാം. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുന്നു. എത്ര ഭയാനകമാണ്! ഈ പാവത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. പാവത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് മക്കൾക്ക് വേണ്ടി അനുഗ്രഹം സമ്പാദിക്കാം. എത്ര ഭാവിയായ മനുഷ്യനും മക്കൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കില്ല. നമ്മുടെ മക്കൾക്ക് നല്ല കാലം വരണമെന്ന് ആഗ്രഹിക്കുന്നത്, മക്കൾക്ക് ശുഭകാലം വരണമെന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് പ്രയാസങ്ങളില്ലാതെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ മക്കൾക്ക് വേണ്ടി ദുരിതം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യരുത്. മക്കൾക്ക് വേണ്ടി പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. മോന് പഠിക്കാൻ വേണ്ടി, അവന് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ശാസ്ത്രീയ വിഷയങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവന് വേണ്ടി പൈസ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. നല്ലത്. മോളെ വിവാഹം കഴിച്ചിടാൻ വേണ്ടി അവൾക്ക് സ്ത്രീധനം കൊടുക്കാനും ആഭരണം ഉണ്ടാക്കാനും വേണ്ടി രൂപയെല്ലാം കൃത്യമായിട്ട് മാസം തോറും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. മക്കൾക്ക് ദുരിതം ഡെപ്പോസിറ്റ് ചെയ്യും. പാപം ചെയ്യുന്ന മനുഷ്യൻ മക്കൾക്ക് ദുരിതം ഡെപ്പോസിറ്റ് ചെയ്യും. ദുരിതം, യാതന ഡെപ്പോസിറ്റ് ചെയ്യും. ഒരിക്കലും വരരുത്. ഞാൻ പറയാം, എൻ്റെ ഉള്ളിലുള്ള പാവമാണ് എൻ്റെ മക്കളിൽ വെളിപ്പെടുന്നത്. എൻ്റെ അകത്തുള്ള പാവം, പക്ഷേ ഞാൻ പാവം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു, ശരി. പക്ഷേ എൻ്റെ സ്വഭാവമാണ് എൻ്റെ മക്കൾക്കുള്ളത്. എൻ്റെ സ്വഭാവം മക്കളുടെ മക്കൾക്കുണ്ടാകും. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇതാണ് മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം, ശാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ശാപം വരരുത്, ദൈവിക ശാപം വരരുത്. പൈശാചികന് അവകാശം പറയരുത്. ദുഷ്ടപിശാചി നമ്മുടെ കയ്യിൽ അവകാശം പറയരുത്. എന്തുകൊണ്ടാണ് വിവാഹമോചനങ്ങൾ? എന്താ കാരണം? പിശാച് അവകാശം വരുന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് പരസ്പരം ഇണക്കമില്ലാത്ത ബന്ധങ്ങൾ? പിശാച് അവിടെയുണ്ട്. 2 കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുകയാണ് ഒരു വിവാഹത്തിൽ കൂടി. അപ്പോൾ വാസ്തവത്തിൽ 2 പേര് തമ്മിലുള്ള വിവാഹം എന്ന് മാത്രമല്ല, 2 കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ കാര്യം മറ്റേ കുടുംബത്തിന് ആവശ്യമായി മാറുകയാണ്. ഒരു കുടുംബത്തിൻ്റെ കാര്യം മറ്റേ കുടുംബം കൂടി ഏറ്റെടുക്കുകയാണ്. അതാണ് വിവാഹം. ഒരു മോൻ മോളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു വെച്ചാൽ അവിടെ കൊണ്ട് തീരുകയല്ല. അവിടെ ഒരു വലിയ ദൃഢമായ ബന്ധം, കുടുംബ ബന്ധം സ്ഥാപിക്കുകയാണ്. 2 കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമോ? തരാൻ കർത്താവ് വന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ ഭാഗ്യാനുഭവം തരാൻ വന്നിരിക്കുകയാണ്. ശാപങ്ങൾ മാറ്റാൻ കർത്താവ് വന്നിരിക്കുകയാണ്. ശാപദോഷങ്ങൾ, തിന്മകൾ മാറ്റാൻ കർത്താവ് വന്നിരിക്കുകയാണ്. എല്ലാ പാപത്തെയും ശാപത്തെയും മാറ്റാൻ കർത്താവായ യേശു വന്നിരിക്കുകയാണ്. യേശു ഇന്ന് നിങ്ങളുടെ ഹൃദയവാതിലൊന്ന് ഒട്ടിക്കൊണ്ടിരിക്കുകയാണ്. മകനെ, നിൻ്റെ ഹൃദയവാതിലേക്ക് തുറന്നു തരാമോ? ഞാൻ അകത്തേക്ക് വരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാതിൽ മുട്ടുന്നെങ്കിലും നീ കൊടുക്കുന്നില്ലെങ്കിൽ കർത്താവിനെ പ്രവേശിക്കാൻ സാധ്യമല്ല. അകത്താണ് കുറ്റി. വാതിലടച്ചു, സാക്ഷിയിട്ടിരിക്കുന്നു, അകത്ത് കുറ്റിയിട്ടിരിക്കുന്നു. മുട്ടിക്കൊണ്ട് നിന്നാലും നീ തുറക്കുന്നില്ലെങ്കിൽ കർത്താവിന് അകത്തേക്ക് വരാൻ സാധ്യമല്ല. മാസങ്ങളായി, വർഷങ്ങളായി, ദിവസങ്ങളായി, ആഴ്ചകളായി യേശു നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുകയായിരുന്നു. എത്രയോ പ്രാവശ്യം മുട്ടിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് രോഗം വന്നപ്പോൾ യേശു നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുകയായിരുന്നു. നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ യേശു നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുകയായിരുന്നു. കടം വന്നപ്പോൾ യേശു നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുകയായിരുന്നു. ദുരിതം വന്നപ്പോൾ യേശു നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുകയായിരുന്നു. ആപത്ത് വന്നപ്പോൾ യേശു നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുകയായിരുന്നു. ആക്സിഡൻറ്റ്സ്, ഏതെങ്കിലും അത്യാഹിതങ്ങൾ വന്നപ്പോൾ ഹൃദയവാതിൽ യേശു മുട്ടുകയായിരുന്നു. ഓർക്കുക, അപ്പോഴെല്ലാം നിങ്ങൾ ഹൃദയം തുറന്നു കൊടുത്തില്ല.
ചില പ്രയാസങ്ങൾ വന്നപ്പോൾ, ചില പണത്തിൻ്റെ കുഴപ്പങ്ങൾ വന്നപ്പോൾ, പണത്തിൻ്റെ ഞെരുക്കം വന്നപ്പോൾ യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയായിരുന്നു. തുറന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവേ, ഞാൻ ഇന്ന് പരവശനാണ്, ഞാൻ ഇന്ന് ക്ഷീണിതനാണ്. കർത്താവേ, നീ വരാതെ എനിക്ക് രക്ഷയുമില്ല, എനിക്ക് സമാധാനമില്ല. യേശുവേ, നീ അകത്തേക്ക് വരണമേ. വാതിൽ തുറന്നു കൊടുക്കുക. കർത്താവേ, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ, അനേകം ബന്ധനങ്ങളുള്ളൊരു മനുഷ്യൻ. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഹൃദയം തുറന്നു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വമേധയായ യേശുവിനെ വിളിക്കുക. സ്വന്തമായിട്ട്, യേശുവേ, സ്വന്തം ഇഷ്ടത്തോടെ ഞാൻ നിന്നെ വിളിക്കുന്നു. യേശുവേ, സ്വന്തം ആഗ്രഹത്തോടെ ഞാൻ നിന്നെ വിളിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തോടെ ഞാൻ താല്പര്യപൂർവ്വം നിന്നെ വിളിക്കുന്നു. അകത്തേക്ക് വരണമേ. നാഥ, നീ പുറത്ത് നിൽക്കല്ലേ, നീ അകത്തേക്ക് വരണമേ. ഞാൻ നിൻ്റെ സൃഷ്ടിയാണല്ലോ, ഞാൻ നിൻ്റെ സ്വന്തമാണല്ലോ. നീ എനിക്ക് വേണ്ടിയാണല്ലോ രക്തം ചിന്തിയത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണല്ലോ നീ കുരിശിൽ മരിച്ചത്. നാഥ, നിൻ്റെ ആണിപ്പാടുള്ള പാദം വെച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറണമേ. ഈ ഹൃദയത്തിൽ നീ ഇരിപ്പുറപ്പിക്കണമേ. നാഥ, നീ അവിടെ ഇരുന്നാൽ എൻ്റെ ജീവിതം ഭദ്രമാകും, എൻ്റെ മക്കളുടെ ജീവിതം ഭദ്രമാകും. നീ അവിടെ ഇരുന്നാൽ എൻ്റെ ഭാവി തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നാഥ, ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ, യേശുവിനായി ഹൃദയം തുറന്നു കൊടുക്കൂ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് യാചിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നേ ഒന്ന് മാത്രം പറയണം, കർത്താവേ, ഇന്ന് നീ എന്നെ തൊട്ടാൽ, കർത്താവേ, ഇനിമേ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് യേശുവേ, നിൻ്റെ തിരുരക്തത്തിനെ തൊട്ടാൽ ഇനിമേ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. സാത്താൻ ഇടം കൊടുക്കുകയില്ല. യേശുവേ, ഇന്ന് നിൻ്റെ തർക്കാരൻ്റെ തലവേല വെച്ചാൽ ഇനി ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഞാൻ മാറുകയില്ല. കർത്താവേ, ഈ വാക്ക് ഞാൻ മാറുകയില്ല. നാഥ, നീ എന്നിൽ നിന്ന് മാറിപ്പോകല്ലേ. ഇപ്പോൾ നിൻ്റെ തർക്കാരൻ്റെ തലവേല വെക്കണമേ. പ്രാർത്ഥിക്കൂ. ഇന്നു മുതൽ നാഥ, ഞാൻ നിൻ്റെ വക പറയൂ നിങ്ങൾ യേശുവിനോട്. യേശുവേ, ഇന്നു മുതൽ നിൻ്റെ വക, ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിനോട് പറയൂ. യേശുവേ, ഇന്നു മുതൽ നിൻ്റെ ദാസനായി ജീവിക്കും, ദാസിയായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ വിശുദ്ധനായി ജീവിക്കും, വിശുദ്ധിമതിയായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. പഴയത് കഴിഞ്ഞു പോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കൂ. നിങ്ങൾ ദൈവത്തോട് പറയൂ. യേശു ഇതാ വന്ന് നിങ്ങളുടെ തലമേ കരം വയ്ക്കാൻ യേശു കരം നീട്ടിയിരിക്കുന്നു. കരം ഇതാ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ വിട്ടുകൊടുക്കുകയും നിങ്ങളുടെ ഹൃദയം യേശുവിന് തുറന്നു കൊടുക്കുകയും, യേശുവേ വരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾ പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് നിങ്ങൾ പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഇരുകര ഉയർത്തി യേശുവിനെ സ്വീകരിപ്പീൻ. യേശുവിൻ്റെ കാര്യത്തിൽ പിടിക്കട്ടെ. യേശുവിൻ്റെ മുറിവേറ്റ നിങ്ങളുടെ കാര്യത്തിൽ പിടിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ കാര്യത്തിൽ വരട്ടെ. ആ തിരുരക്തം നിങ്ങളുടെ പാപങ്ങൾ മോചിക്കട്ടെ, ബന്ധങ്ങൾ അഴിക്കട്ടെ, സ്വാധീനം തരട്ടെ. യേശുവേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അർഹതയില്ലപ്പാ, ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ. ഞങ്ങൾ നിസ്സാരം കർത്താവേ, ഞങ്ങൾ അല്പപ്രാണികളുമാണല്ലോ. എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ കർത്താവേ. അവിടുത്തെ കൃപ ഞങ്ങളെ സന്ധിച്ചല്ലോ, ഞങ്ങളെ സന്ദർശിച്ചല്ലോ. നാഥ, ഇന്ന് ഈ മക്കളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. ഇനിയുള്ള കാലങ്ങളിൽ യേശുവിനെ സ്വന്തമായി ജീവിപ്പാൻ നക്കളും ഭാഗ്യവും കൃപയും അവർക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.